ആലിൻ്റെ സ്വന്തം കളക്ഷനാണ്. നല്ല ഭംഗിയുള്ള കുറച്ച് പ്രിൻസ്. ഇത് പുറത്തൊരിടത്തും അങ്ങനെ നിങ്ങൾ കാണാൻ വഴിയില്ല കേട്ടോ. എല്ലാം നമ്മൾ ഡെവലപ്പ് ചെയ്തേക്കുന്ന പ്രിൻസാണ്. നല്ല ഭംഗിയുള്ള കളക്ഷനാണ്. കുറച്ച് റെയർ ആയിട്ടുള്ള ലുക്ക് നോക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം ഇത് ഞാനൊരു വിഷു ടൈമിനും ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതേ പ്രിൻസ് തന്നെ ഓണത്തിന് നമ്മൾ അവൈലബിൾ ആക്കിയേക്കുവാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഫുള്ള് ലുക്ക് ഒന്ന് പെട്ടെന്ന് കാണാം. ഒക്കെയും കൂടെ നല്ല ഭംഗിയുള്ള ബ്ലൗസസ് നമ്മൾ പെയർ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ബ്രൊക്കേഡ് ബ്ലൗസസ് ആണ്. മോസ്റ്റ്ലി എല്ലാം ബ്രൊക്കേഡാണ്. ഞാൻ ഓരോന്നിൻ്റെയും കൂടെ വരുന്ന ആ ഒരു കളർ കോമ്പിനേഷൻ കാണിച്ചു തരാം. സോ ദിസ് ഇസ് ബ്യൂട്ടിഫുൾ ഗ്രീൻ. അപ്പോൾ നല്ല ഭംഗിയുള്ള ഒരു എന്താ പറയുക, ഒരു ഒക്കേഷണൽ വെയർ ആയിട്ട് നമുക്ക് അവിടെ ഉപയോഗിക്കാനും പറ്റും. ഇപ്പോൾ നമുക്ക് ലേറ്റർ ഓൺ ഏതെങ്കിലും ഒരു വെഡ്ഡിങ്ങിൻ്റെ പാർട്ടായിട്ടൊരു യൂസ് ചെയ്യാനാണെങ്കിലും ഓണം കഴിഞ്ഞിട്ടാണെങ്കിലും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ലുക്കായിരിക്കും കേട്ടോ. മോസ്റ്റ്ലി എല്ലാം അങ്ങനെ തന്നെയാണ് വരുന്നത്. ഓരോന്നിനും ഓരോ പ്രൈസ് റേഞ്ചാണ്. അത് ഞാൻ ലിങ്ക് പ്രൊവൈഡ് ചെയ്തേക്കാം. അതിനകത്ത് കയറി നോക്കിക്കഴിഞ്ഞാൽ എല്ലാം അറിയാൻ പറ്റും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് വാട്സാപ്പ് മീൻ 8590000533. ഇതെല്ലാം ഒരു കര ലുക്ക് വരുന്ന സാരീസാണ്. അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് ഒരു ലൈറ്റായിട്ട് വന്നിരിക്കുന്ന ഒരു യെല്ലോ ഷെയ്ഡിൽ ഡാർക്ക് ഗ്രീനിൻ്റെ കൂടെയാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു എലിഫൻറ്റ് മോട്ടിഫ് വരുന്ന ബ്രൊക്കേഡ് ബ്ലൗസാണ് വരിയിരിക്കുന്നത്. സ്ലബ് സിൽക്കിലാണ് കേട്ടോ അത് വരിക. സ്ലബ് സിൽക്കിൻ്റെ അകത്ത് സിൽവറിൻ്റെയും ഗോൾഡിൻ്റെയും മോട്ടിവ്സ് ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. ഇതാണ് അതിൻ്റെ ഈ ഒരു ലുക്ക് വരുന്നത്. ഇത് കര മാത്രമാണ്, സാരിക്കകത്ത് കസവായിട്ട് വരുന്നില്ല. ഈ ലുക്കിൻ്റെ തന്നെ മെറൂൺ കോമ്പിനേഷൻ, നല്ല ഡാർക്ക് മെറൂൺ ഷെയ്ഡാണ് കേട്ടോ. അപ്പോൾ അതിനകത്ത് കോട്ടൺ ഹക്കോബയുടെ ബ്ലൗസാണ് പെയർ ചെയ്തിരിക്കുന്നത്. മാച്ച് ചെയ്തെടുത്തേക്കുവാണ് ഓരോന്നിനും ഓരോ ബ്ലൗസ് ആയിട്ടുള്ള ഒരു ലുക്ക്. നല്ല മെറ്റീരിയലാണ്. എല്ലാ ബ്ലൗസസിൻ്റെ മെറ്റീരിയലും നല്ല അടിപൊളി മെറ്റീരിയൽസാണ് കേട്ടോ. ഞാൻ തന്നെ പോയി പിക്ക് ചെയ്താണ്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് തന്നെയാണ് കേട്ടോ അങ്ങനെ പറയുന്നത്. നെക്സ്റ്റ് അതിൻ്റെ അകത്ത് നല്ല ഭംഗിയുള്ളൊരു വയലറ്റ് ടെമ്പിൾ ബോർഡറാണ്. അതിൻ്റെ കൂടെ ആ ബ്ലാക്ക് പോൾക്ക ഡോട്ട്സിൻ്റെ കൂടെ ഒരു യെല്ലോ ഷെയ്ഡിൽ വന്നിട്ടുള്ള ഫ്ലോറൽ ലുക്കാണ് വന്നിരിക്കുന്നത്. അതിൻ്റെ കൂടെ ഈ ഒരു ചെക്ക് വീവിങ് പാറ്റേണിൽ വന്നിട്ടുള്ള ഒരു കോട്ടൺ ബ്ലെൻഡ് മെറ്റീരിയലിൽ വരുന്ന ബ്ലൗസാണ് പെയർ ചെയ്തിരിക്കുന്നത്. ഈ ഒരു ലുക്ക് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടുള്ളൊരു പ്രിൻ്റാണ് കേട്ടോ. അതൊരു 4 കളർ പ്രിൻ്റാണ്. അതിനകത്ത് ഗോൾഡും വരുന്നുണ്ട്, ടാസിൽസ് വന്നിട്ടുള്ള ഒരു ലുക്കിലാണ്. ആൻഡ് അതിൻ്റെ കൂടെ പെയർ ചെയ്തിരിക്കുന്ന ബ്ലൗസ് ഇതാണ് കേട്ടോ. അതൊരു ജ്വല്ലറി ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരു പ്രിൻ്റാണ്. ഡാർക്ക് ഷെയ്ഡ്സിൻ്റെ അകത്ത് നമ്മുടെ ആ ഒരു ജുവൽസ് ഇല്ലേ, അപ്പോൾ ആ ഒരു റൂബി, എമറോൾഡ്, സഫയർ, ആ ഒരു കോമ്പിനേഷൻ്റെ കൂടെ ഗോൾഡും കൂടി ചേർന്ന് വന്നിരിക്കുന്ന ഒരു പ്രിൻ്റാണ് കേട്ടോ. അതാണ് അതിൻ്റെ ആ ഒരു ഫുൾ ലുക്ക് വരുന്നത്. ആൻഡ് അതിൻ്റെ കൂടെ കോഫി ബ്രൗൺ ഷെയ്ഡിൽ കോഫി ബ്രൗണിൻ്റെ കര വരുന്നത് കോഫി ബ്രൗൺ ബ്ലൗസുമായിട്ട് പെയർ ചെയ്തിരിക്കുവാണ്. സാരീസിൻ്റെ ഒക്കെ ലെങ്ത് വരുന്നത് 6 മീറ്റേഴ്സിൽ കൂടുതൽ വരുന്നുണ്ട് കേട്ടോ. 6.5 വരുന്ന മെറ്റീരിയലാണ് ഇതിൻ്റെ കൂടെ നമ്മൾ പെയർ ചെയ്തിരിക്കുന്നത്. ആ ഒരു ലുക്കിൻ്റെ തന്നെ ഒരു കളർ വേരിയേഷനാണിത്. അപ്പം ഈ ഒരു ലുക്ക് ഞാനിപ്പോൾ ജുവലറി ഇൻസ്പയർഡ് ആയിട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ അതിൻ്റെ തന്നെ ഒരു 3 കളേഴ്സാണ് വരുന്നത്. ഒരു ഒലിവ് ടോൺ, മറൂൺ ആൻഡ് കോഫി ബ്രൗൺ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. 6.5 വരുന്നില്ല ഫാബ്രിക്കിൻ്റെ ലെങ്ത്. സാരിയുടെ ലെങ്ത് അതിൻ്റെ അകത്ത് വരുന്നത് 6.2, 6.3 ആ റേഞ്ചിൽ വരുന്ന അത്രയും ലോങ് ആയിട്ട് വരുന്ന സാരീസാണ് കേട്ടോ. ഇതാണ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടുള്ള ഒരു കളർ കോമ്പിനേഷനാണ്. കാരണം ഞാൻ ഈ ഒരു കളർ കോമ്പിനേഷൻ നമ്മൾ അങ്ങനെ അധികം ഓണമായിട്ട് റിലേറ്റഡ് ആയിട്ടാണെങ്കിലും കേരള സാരീസിൻ്റെ അകത്ത് അധികം കണ്ടുവരുന്ന ഈ ഒരു ലുക്കല്ല. അപ്പോൾ അതിൻ്റെ കൂടെ ഈ ഒരു ഷെയ്ഡിലെ ബ്ലൗസ് സ്ലബ് സിൽക്കിൻ്റെ അകത്ത് ബ്രൊക്കേഡ് വന്നിട്ടുള്ള ബ്ലൗസാണ് എൻ്റെ കൂടെ പെയർ ചെയ്തിരിക്കുന്നത്. ഒരു നേവിയുടെയും ഈ ഒരു ബ്ലൂ ടോണും ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ, ടർക്കോയിഷ് ടോണാണ് വരുന്നത്. അപ്പം നല്ല രസമുള്ള ഒരു കോമ്പിനേഷൻ. ഒരു ലോട്ടസ് പ്രിൻ്റാണ് അതിനകത്ത് ചെയ്തേക്കുന്നത്. ഗോൾഡൻ ടോണിൽ വന്നിരിക്കുന്ന ലോട്ടസ് പ്രിൻ്റുമായിട്ടാണ് വരുന്നത്. ഇത് ഫുള്ള് തുറന്ന് കാണിക്കാതിരിക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ ഫുള്ള് തുറന്ന് കാണിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ അപ്പർ പോർഷൻ കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു വീവിങ് പാറ്റേൺ വന്നിട്ടുണ്ട്, കസവിൻ്റെ തന്നെ. ആൻഡ് എന്ത് രസമുള്ള കളറല്ലേ. ഇതൊക്കെ ഒരു സ്പെഷ്യൽ കളേഴ്സും കൂടി ഇൻക്ലൂഡ് ചെയ്യണമെന്ന് എനിക്ക് ഒരുപാട് ആഗ്രഹമുള്ളത് കാരണം ചെയ്തേക്കുന്നതാണ്. ലൈറ്റ് ഗോൾഡൻ സറിയിൽ വന്നിട്ടുള്ള ലോട്ടസ് ബ്രൊക്കേഡാണ് വരുന്നത്. ആൻഡ് ഇത് പാർട്ട്ലി പോലത്തെയുള്ള ഒരു ഫീലാണ് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോ പോർഷനിൽ വരുമ്പോഴത്തേക്ക് വി ഹാവ് ദിസ് ബ്യൂട്ടിഫുൾ ഗോബി ഡിസൈൻ. നല്ല രസമുള്ള ഒരു ലോങ് ഗോബി ഡിസൈനിലാണ് വന്നിരിക്കുന്നത്. നല്ല ടോൾ ഫീലിൽ വരികയും ചെയ്യും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ തന്നെ ഒരു വേരിയേഷൻ കൊണ്ടിട്ട് കുറച്ച് ഇത് ഞാൻ പറഞ്ഞ പോലെ ആ ഒരു വെഡ്ഡിങ് ലുക്സിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു ഭയങ്കര രസമായിട്ട് നമുക്കത് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു സാരിയുടെ ലുക്കാണ്. പവലൂം സാരിയാണ് കേട്ടോ ഇതൊക്കെ. ആൻഡ് ദെൻ ഇതിൻ്റെ തന്നെ ഒരു ലുക്കും കൂടെ വരുന്നുണ്ട്. അതേ ഒരു ലുക്ക് തന്നെയാണ് ഇതിനകത്തും വന്നിരിക്കുന്നത്.
അപ്പോൾ പോർഷനിൽ ചെറിയൊരു വ്യത്യാസം വരുന്നുണ്ടെന്നുള്ളതേ ഉള്ളൂ കേട്ടോ. കാരണം വെച്ചാൽ ഒരു ഗോബി ഒരു ഇത് പേസ്ലി ഡിസൈനാണ്. മുന്നേ ഒരു സ്ട്രൈപ്പ് ഓൾ അലോങ് ആയിട്ടുള്ള ഒരു ഫീലാണ് വന്നിരുന്നത്. ആൻഡ് ഇതിൻ്റെയും ലോ പോർഷനിൽ നമുക്ക് ഇതേപോലെ തന്നെ മുന്നേ കണ്ടതുപോലെ തന്നെ ഈ ഒരു ഗോബി ഡിസൈൻ വരുന്നുണ്ട്. സെയിം കളർ ബ്ലൗസ് തന്നെയാണ് കേട്ടോ അതിൻ്റെ കൂടെയും പെയർ ചെയ്തിരിക്കുന്നത്. സെയിം ലോട്ടസ് ബ്രൊക്കേഡ് ഇൻ ദാറ്റ് ബ്യൂട്ടിഫുൾ ഷെയ്ഡ്. ഒരു ലാവൻഡർ ഗ്രേ സ്റ്റോണിലാണ് അത് വന്നിരിക്കുന്നത്. അപ്പം എല്ലാം നല്ല ഭംഗിയുള്ള കസ്റ്റം പ്രിൻറ്റ്സ് ലൈക്ക് ഇറ്റ്സ് നോട്ട് നമ്മളത് മാസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രിൻറ്റ്സ് ഒന്നും അല്ല, സ്ക്രീൻ പ്രിൻറ്റ്സ് ചെയ്തെടുത്തേക്കുന്നതാണ്. മെയ്ഡ് ബൈ ഹാൻഡ്, ലോക്കലി മെയ്ഡ്, ആൻഡ് ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ കളക്ഷൻ. റെയർ ആയിട്ടുള്ള ഓണം ലുക്സ് നോക്കുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ടും www.alculture.in ചെക്ക് ചെയ്യുക. ഓർ യു കെൻ ജസ്റ്റ് മെസ്സേജ് മീ സിംപ്ലി 8590000533. ആൻഡ് ഈ ഒരു കളക്ഷൻ്റെ പേര് വരുന്നത് ദി ഓഫ് വൈറ്റ് എഡിറ്റ്.